ഗായ്സ്, വെൽക്കം ബാക്ക് ടു ടീച്ചർ ടോക്ക്. ഇന്ന് നമ്മൾ 5th സ്റ്റാൻഡേർഡിൻ്റെ പാർട്ട് 2 ടെക്സ്റ്റ് ബുക്കിലെ യൂണിറ്റ് 4 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ദ ഹീലിംഗ് ടച്ച്. ഹീലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മുറിവൊക്കെ ഹീലിംഗ് എന്ന് പറയില്ലേ, അതായത് എന്താ മുറിവ് ഉണങ്ങുക എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇതിൻ്റെ മീനിങ് പറയുന്നത് സ്വാന്തനപ്പെടുത്തുക, ആശ്വാസപ്പെടുത്തുക എന്നൊക്കെയുള്ളൊരു മീനിങ് ആണ് ദ ഹീലിംഗ് ടച്ച്. അതിന് താഴെ നിങ്ങൾക്കൊരു ക്യാപ്ഷൻ കൊടുത്തേക്കണം. ഇഫ് ഐ ക്യാൻ സ്റ്റോപ്പ് വൺ ഹേർട്ട് ഫ്രം ബ്രേക്കിംഗ് ഐ ഷാൽ നോട്ട് ലീവ് ഇൻ വെയിൻ. അതായത് എമിലി ഡിക്കിൻസൺ പറഞ്ഞിട്ടുള്ള കാര്യം വെച്ചാൽ, ഒരു ഹൃദയം തകരാവുന്നത് തടയാൻ സാധിച്ചാൽ എൻ്റെ ജീവിതം വെറുതെ ആവില്ല എന്നാണ് അദ്ദേഹം, നല്ലൊരു ക്യാപ്ഷനാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് പേജിൽ നിങ്ങൾക്കൊരു പിക്ചർ കാണാം അല്ലേ, ഒരു റണ്ണിങ് റേസുമായി ബന്ധപ്പെട്ട പിക്ചറാണ്. ഒരാൾ ഓടിയിട്ട് വീഴുന്നൊരു സിറ്റുവേഷനാണ്, മറ്റൊരാളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് നമുക്ക് കാണാം അല്ലേ. അതിന് താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ക്യാൻ യു ഐഡൻറ്റിഫൈ ദ അത്ലറ്റ്സ്? ഈ അത്ലറ്റ്സ് ആരാ നിങ്ങൾക്ക് മനസ്സിലായോ? ബ്രെയിൻ എ ഡാബോ ആൻഡ് ജോൺദാൻ ബൂസ്ബി ആണ് ഈ രണ്ട് പേരാണ് ആ പിക്ചറിൽ കാണുന്നത്. വേർ ഡിഡ് ദ ഈവൻറ്റ് ടേക്ക് പ്ലേസ്? ഇത് എവിടെയാണ് നടന്നത്? ഇത് ദോഹയിൽ നടന്ന ഒരു അത്ലറ്റാണ്. വെൻ ഡിഡ് ഇറ്റ് ഹാപ്പൺ? ഇത് 2019 ഒരു ന്യൂസ് പേപ്പറിൽ വന്നിട്ടുള്ള ഫോട്ടോയാണ് ഇവിടെ നിങ്ങൾക്ക് കൊടുത്തത്. ദ അത്ലറ്റ്സ് ആർ നോട്ട് റണ്ണിങ്, വാട്ട് ആർ ദി ഡൂയിങ്? ഇവരെ പറഞ്ഞാൽ ഓടുകയല്ല, പക്ഷേ ഇവരെന്താ ചെയ്യുന്നത്? യെസ്, ഹെൽപ്പിംഗ് ഹിസ് ഫ്രണ്ട് ഹു ഫെൽ ഡ്യൂറിങ് ദ റേസ്. അതായത് റേസ് നടക്കുന്ന സമയത്ത് അവൻ്റെ ഫ്രണ്ട് എന്ത് ചെയ്തു? വീണുപോയി. അപ്പോൾ ആ ഫ്രണ്ടിനെ ഹെൽപ്പ് ചെയ്യുകയാണ് ഈ ഒരു പിക്ചറിൽ കാണുന്നത്. ഇനി ഇതിലെ ഫസ്റ്റ് സ്റ്റോറി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോൾട്ട് ഇൻ ഹിസ് ഷൂസ്. മൈക്കിൾ ജോർദൻ വാസ് വൺ ഓഫ് ദ ബെസ്റ്റ് ബാസ്കറ്റ്ബോൾ പ്ലെയർ. Let's read the story of young Michael Jordan as he faces challenges in the basketball court and learns lessons about the patience and hard work. അപ്പോൾ മൈക്കിൾ ജോർദാനെ കുറിച്ചൊക്കെ പലരും കേട്ടിട്ടുണ്ടാവും. ഒരു ബാസ്കറ്റ്ബോൾ പ്ലെയർ ആണല്ലേ. അദ്ദേഹത്തിൻ്റെ ചെറുപ്പ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള അദ്ദേഹം എന്തൊക്കെ തരം സിറ്റുവേഷൻസ്, പ്രശ്നങ്ങളെ ഫേസ് ചെയ്തു, എങ്ങനെ ഓവർകം ചെയ്തു എന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു റിയൽ ലൈഫ് സ്റ്റോറിയാണ് ഈ ഒരു സ്റ്റോറി പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഒരു ഹാർഡ് വർക്കും പേഷ്യൻസും എത്രത്തോളമാണെന്നാണ് ഈ ഒരു സ്റ്റോറിയിലൂടെ നമുക്ക് കാണുന്നത്. സോൾട്ട് ഇൻ ഹിസ് ഷൂസ്. സോൾട്ട് എന്ന് പറഞ്ഞാൽ ഉപ്പ് അല്ലേ, ഷൂസിലെ ഉപ്പ് എന്നാണ് അർത്ഥം വരുന്നത്. മൈക്കിൾ ലവ്ഡ് ടു പ്ലേ ബാസ്കറ്റ്ബോൾ. അതായത് മൈക്കിളിന് ബാസ്കറ്റ്ബോൾ കളിക്കാൻ വളരെയധികം ഇഷ്ടമാണ്. എവറി സാറ്റർഡേ ഹി ഫോളോഡ് ഹിസ് എൽഡർ ബ്രദേഴ്സ് ലാരി ആൻഡ് റോണി ടു ദ പാർക്ക് ഹോപ്പിംഗ് ദാറ്റ് ദേ വുഡ് ലെറ്റ് ഹിം പ്ലേ. അങ്ങനെ എല്ലാ സാറ്റർഡേയും മൈക്കിൾ അവൻ്റെ ബ്രദേഴ്സായിട്ടുള്ള ലാരിയും റോണിൻ്റെയും കൂടെ ഈ ബാസ്കറ്റ്ബോൾ കളിക്കാൻ വേണ്ടി പോകും. ബട്ട് ദർ വാസ് എ വൺ പ്രോബ്ലം, ദാറ്റ് വാസ് മാർക്ക്. പക്ഷെ അതിൽ പ്രശ്നമുണ്ട്. അവിടെ ഒരു മാർക്ക് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ഹി വാസ് ദ ടോളസ്റ്റ് ബോയ് ഓൺ ദ കോർട്ട്. പക്ഷേ ആ ഒരാൾ വളരെയധികം ടോളസ്റ്റ് ബോയാണ്, നല്ല ഹൈറ്റ് ഉള്ളൊരു വ്യക്തിയാണ്. നിങ്ങൾക്കറിയാം, ബാസ്കറ്റ്ബോളൊക്കെ കളിക്കുമ്പോൾ നമ്മൾ നോക്കുന്ന ക്രൈറ്റീരിയ പറഞ്ഞാൽ നല്ല ഹൈറ്റാണ് നോക്കുന്നത്. വാട്ട് ഈസ് ദ മാറ്റർ മൈക്കി ടു ഷോട്ട്? മാർക്ക് ഫ്ലാപ്ഡ് ഹിസ് ആംസ് ഇൻ ദ മൈക്കിൾ ഫേസ്. അതായത് ഈ മാർക്ക് ഈ മൈക്കിളിൻ്റെ ഫേസിലിങ്ങനെ തട്ടിക്കൊണ്ട് ഇങ്ങനെ ഒരു കളിയാക്കി. വാട്ട് ഈസ് ദ മാറ്റർ മൈക്കി ടു ഷോട്ട്? നീ ചെറുതല്ലേ എന്ന് പറഞ്ഞ രീതിയിൽ അവനെ കളിയാക്കിക്കൊണ്ട് അവൻ്റെ മുഖത്ത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തഴുകി. ഓവർ ഹിയർ ഷൗട്ടഡ് ലാരി. മതി എന്ന് പറഞ്ഞു ലാരി. But when Michael threw the ball, Mark's long arm came out of nowhere and knocked the ball away. അങ്ങനെ ഒരു കളി നടന്നുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷനിൽ നമ്മുടെ മൈക്കിളിൻ്റെ കയ്യിലുള്ള ബോൾ മാർക്ക് വളരെ തന്ത്രപരമായിട്ട് കയ്യിൽ നിന്നും വലിച്ചെടുത്ത് നോക്ക് ചെയ്തിട്ട് എന്ത് ചെയ്തു? മാർക്കിൻ്റെ ടീമിലോട്ട് എത്തി. ഇറ്റ് ഫ്ലോ ഇൻ ടു ദ ഹാൻഡ്സ് ഓഫ് എ പ്ലെയേഴ്സ് ഓൺ മാർക്ക് ടീം. ഹി മെയ്ഡ് ദ ബാസ്കറ്റ് ആൻഡ് ദ ഗെയിം വാസ് ഓവർ ജസ്റ്റ് ലൈക്ക് ദാറ്റ്. അങ്ങനെ ഈ മാർക്കിൻ്റെ കയ്യിലൂടെ മൈക്കിളിൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചിട്ട് മാർക്കിൻ്റെ ടീമിലെത്തി. അങ്ങനെ അവരുടെ ടീം ജയിച്ചു. അങ്ങനെ കളി അവിടെ ഫിനിഷായി. നെക്സ്റ്റ് പേജ്. ഓൾ ദ വേ ഹോം മൈക്കിൾ അപ്പോളജൈസ്ഡ്. അങ്ങനെ വീട്ടിലോട്ട് പോകുന്ന വഴിക്കും മൈക്കിളിന് വളരെയധികം ഒരു തെറ്റ് സംഭവിച്ച പോലെ ഒരു അപ്പോളജൈസ്ഡ് ആയിപ്പോയി, ക്ഷമാപണം നടത്തി അവൻ്റെ ബ്രദേഴ്സിനോട്. ഹിസ് എൽഡസ്റ്റ് ബ്രദർ റോണി ട്രൈ ടു ചീർ ഹിം അപ്പ്. ലുക്ക് ലിറ്റിൽ ബ്രദർ, യു പ്ലേഡ് വെൽ ടുഡേ, ഡോണ്ട് വറി, വി വിൽ വിൻ ദ നെക്സ്റ്റ് ടൈം. അങ്ങനെ അവൻ്റെ എൽഡർ ബ്രദർ പറഞ്ഞു, നീ അതൊന്നും സാരമാക്കണ്ട, നമ്മൾ നന്നായിട്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ മാച്ച് ചെയ്തിട്ടുണ്ട്, നമുക്ക് നെക്സ്റ്റ് ടൈം എന്ത് ചെയ്യാം, ജയിക്കാം എന്ന് പറഞ്ഞ് അവർ കോൺഫിഡൻറ്റ് കൊടുത്തു. വെൻ ദേ റീച്ച്ഡ് ഹോം മൈക്കിൾ വെൻറ്റ് ഇൻ ടു ദ കിച്ചൺ വേർ മാമ വാസ് കുക്കിംഗ് ഡിന്നർ. അങ്ങനെ അവൻ തിരിച്ച് വീട്ടിലെത്തിയപ്പം അമ്മ അവിടെ കിച്ചണിൽ ഡിന്നർ കുക്ക് ചെയ്യണം. മാമ, ഹൗ ക്യാൻ ഐ ഗ്രോ ടോളർ? ഹി ആസ്റ്റ്. അമ്മയോട് ചോദിക്കുകയാണ് മൈക്കിൾ, അമ്മേ ഞാൻ എങ്ങനെയാണ് ഒന്ന് വലിപ്പം വയ്ക്കുക? ഷീ സ്മൈൽഡ്, ലുക്ക് അറ്റ് മൈക്കിൾ ആൻഡ് സെറ്റ് സോൾട്ട്. അങ്ങനെ അമ്മ അവൻ്റെ മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ ഉപ്പ് എന്ന്. സോൾട്ട്. മൈക്കിൾ ലുക്ക്ഡ് അറ്റ് ഹിസ് മാമ. ഉപ്പ് എന്ന് പറഞ്ഞിട്ട് അവൻ്റെ അമ്മയെ അവനൊന്ന് നോക്കി. സോൾട്ട് ഇൻ യുവർ ഷൂസ്. We will put salt in your shoes before you know it you will be taller, she replied. അപ്പോൾ പറഞ്ഞു, എന്ത്? ഷൂസിൻ്റെ അകത്ത് ഉപ്പിടാൻ. ഷൂസിൻ്റെ അകത്ത് ഉപ്പിട്ടിട്ടുണ്ടെങ്കിൽ നീ വലുതാവും എന്ന് അമ്മ പറഞ്ഞു. ഗ്രോയിങ് മോർ എക്സൈറ്റഡ് മൈക്കിൾ സ്റ്റാർട്ടഡ് ആസ്കിങ് എ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ അമ്മ പറഞ്ഞു, വളരാൻ ഇത് ചെയ്താൽ മതി. ഇത് കേട്ട സമയത്ത് നമ്മുടെ മൈക്കിളിന് ഒരുപാട് എക്സൈറ്റ്മെൻ്റ് ആയി. അപ്പം മൈക്കിൾ ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി. അതെങ്ങനെയായിരിക്കും എന്നൊക്കെയുള്ളൊരു എക്സൈറ്റ്മെൻറ്റിൽ. മാമ, ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക്
ആൻഡ് ഹൗ ടോൾ ഡു യു തിങ്ക് ഐ വിൽ ഗെറ്റ്? അപ്പോൾ അമ്മേനോട് ചോദിക്കാം, അമ്മേ ഇത് എത്ര കാലം എടുക്കും, ഇത് പെട്ടെന്ന് വളരാൻ പറ്റുമോ, ഇതിനിപ്പോൾ എത്ര സമയം വേണ്ടി വരും, ഞാൻ എത്ര വളരും എന്നൊക്കെയുള്ള കൺഫ്യൂഷനായി നമ്മുടെ മൈക്കിളിന്. സ്മൈലിംഗ് മാമ സെറ്റ് ഡൗൺ നെക്സ്റ്റ് ടു ഹിം ആൻഡ് എക്സ്പ്ലൈൻഡ്. അങ്ങനെ അമ്മ ചിരിച്ചുകൊണ്ട് അവൻ്റെ അടുത്ത് വന്നിരുന്നു. ഫോർ ദിസ് ടു വർക്ക് യു മസ്റ്റ് ബി പേഷ്യൻറ്റ് ആൻഡ് ലിസൺ ടു വാട്ട് ഐ ടെൽ യു. അപ്പോൾ നീ ആദ്യം എന്ത് ചെയ്യണം, പേഷ്യൻ്റ് ആയിരിക്കണം, വളരെ ക്ഷമയോട് കൂടിയിട്ട് എന്ത് ചെയ്യണം, എല്ലാ കാര്യങ്ങളും കേൾക്കണം. ഓക്കെ മാമ, ഐ വിൽ ബി പേഷ്യൻറ്റ്, ഞാൻ എന്താ ക്ഷമയോട് കൂടിയിട്ട് എല്ലാ കാര്യങ്ങളും കേട്ടോളാം എന്ന് അവനെ എഗ്രി ചെയ്തു. ഡ്യൂറിങ് ഡിന്നർ മാമ നോട്ടീസ് ദാറ്റ് മൈക്കിൾ വാസ് ബിയർലി ഈറ്റിംഗ് എനിത്തിങ്. അങ്ങനെ ഡിന്നർ കഴിക്കുന്ന സമയത്ത് കണ്ടു മൈക്കിൾ വളരെ കഷ്ടിച്ചിട്ട് ആഹാരം കഴിക്കുന്നുള്ളൂ. ഹി വാസ് ഡേ ഡ്രീമിങ് അബൌട്ട് ബീങ് ടോളർ. അവനെന്താ പകൽ കിനാവ് കാണാൻ നമ്മൾ പറയില്ലേ, അതേപോലെ പകൽ കിനാവ് അവൻ എന്ത് ചെയ്യാം, വലുതാവുന്നത് ആലോചിച്ച് ഇങ്ങനെ കിനാവ് കണ്ടിരിക്കുകയാണ്. മൈക്കിൾ, ഫസ്റ്റ് തിങ് ഫസ്റ്റ്, യു വോണ്ട് ഗ്രോ ഇഫ് യു ഡോണ്ട് ഈറ്റ്, മാമ സെറ്റ്. അപ്പോൾ അമ്മ പറഞ്ഞു, ആദ്യത്തെ കാര്യം നീ ചെയ്യണം, ആദ്യം ഭക്ഷണം കഴിച്ചാലേ വളരുള്ളൂ. ബട്ട് ഐ എം നോട്ട് ഹംഗ്രി, ഹി സെറ്റ്. അപ്പോൾ പറഞ്ഞു അമ്മയോട്, അമ്മ എനിക്ക് വിശപ്പില്ല. റേസിങ് ഹെർ ഐബ്രോസ് മാമ ഗേവ് ഹിം എ സ്റ്റേൺ ലുക്ക്. അങ്ങനെ അമ്മ എന്ത് ചെയ്തു, ഒന്നൊരു പുരുകിയൊക്കെ പൊക്കി ഒന്ന് നന്നായിട്ട് കർക്കശമായിട്ട് നല്ല ദൃഢമായിട്ട് ഒന്ന് നോക്കി പേടിപ്പിച്ചു. സ്ലോലി മൈക്കിൾ പിക്ഡ് അപ്പ് ഹിസ് ഫുഡ് ആൻഡ് ബിഗിൻ ടു ഈറ്റ്. അങ്ങനെ മൈക്കിൾ എന്ത് ചെയ്തു, ഫുഡ് എടുത്തിട്ട് കഴിക്കാൻ തുടങ്ങി. മിനിറ്റ്സ് ലേറ്റർ ഹിസ് പ്ലേറ്റ് വാസ് ക്ലീൻ ആൻഡ് ഹി വാസ് ആസ്കിങ് ഫോർ മോർ. അങ്ങനെ അവന് കുറച്ച് കഴിഞ്ഞ ശേഷം പ്ലേറ്റ് ക്ലീൻ ചെയ്തു. ക്ലീനായി അവൻ പിന്നെയും കുറച്ചും കൂടി ഭക്ഷണം ചോദിച്ചു. ദാറ്റ് ഈവനിങ് അറ്റ് ബെഡ് ടൈം മൈക്കിൾ സെറ്റ് ഹിസ് ഫേവറേറ്റ് ഗെയിം ഷൂസ് ഓൺ ദ ഫ്ലോർ നെക്സ്റ്റ് ടു ദ ഗ്രോത്ത് ചാർട്ട് ഹാങ്ങിങ് ഓൺ ദ വാൾ. അങ്ങനെ രാത്രി കിടക്കാനുള്ള സമയമായപ്പം അവനെന്ത് ചെയ്തു, അവന് ഗെയിം ഷൂ നിലത്ത് തറയിൽ വെച്ചു. അതിനടുത്ത് തന്നെ ഗ്രോത്ത് ചാർട്ടുണ്ട്, അതായത് ഹൈറ്റൊക്കെ മെഷർ ചെയ്യുന്ന ചാർട്ടില്ലേ, അതിനടുത്ത് തന്നെ അവൻ്റെ ഗെയിം ഷൂവും അവൻ വെച്ചു. ദെൻ ഹി പുട്ട് ഓൺ ഹിസ് പൈജാമ, സെറ്റ് ഹിസ് പ്രെയർ ആൻഡ് ജംപ്ഡ് ഇൻ ടു ബെഡ്. അങ്ങനെ അവൻ രാത്രി ധരിക്കുന്ന നൈറ്റ് സ്യൂട്ട് ഇട്ടിട്ട് രാത്രി പ്രാർത്ഥിച്ചിട്ട് കട്ടിലേക്ക് ഒരൊറ്റ ചാട്ടം ചാടി. വെൻ മാമ കെയിം ഇൻ മൈക്കിൾ വാസ് ഫസ്റ്റ് അസ്ലീപ്. അങ്ങനെ അമ്മ വരുമ്പോഴത്തേക്ക് മൈക്കിൾ നന്നായിട്ട് ഉറങ്ങാൻ തുടങ്ങി. സ്റ്റാൻഡിങ് ബൈ ഹിസ് ബെഡ് മാമ സ്പ്രിങ്കിൾഡ് സോൾട്ട് ഇൻ ഹിസ് ഷൂസ്. അങ്ങനെ എന്ത് ചെയ്തു, അമ്മ ഷൂസിൽ എന്ത് ചെയ്തു, സ്പ്രിങ്കിൾ ചെയ്യാൻ പറഞ്ഞാൽ വിതറുക. അവൻ ഉറങ്ങുന്ന സമയത്ത് ഷൂസിനകത്ത് സോൾട്ട് വിതറി, ഉപ്പ് അതിനകത്ത് ഇട്ട് കൊടുത്തു. After the night, Michael wore his favorite game shoe and he felt the presence of the salt under his feet. അങ്ങനെ നെക്സ്റ്റ് ഡേ മൈക്കിളിന് മനസ്സിലായി അവൻ്റെ ഷൂസിനകത്ത് സോൾട്ട് ഇട്ടിട്ടുള്ള കാര്യം. അവൻ ആ ഒരു കാര്യം മനസ്സിലായി തുടങ്ങി. ഹി ഹാഡ് എ സ്പെഷ്യൽ ഫീലിംഗ്. അപ്പോൾ അവനെന്തോ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു അനുഭൂതി കിട്ടിയില്ലേ, സോൾട്ട് ഇട്ടാൽ വലുതാവുന്ന അവനോട് അമ്മ പറഞ്ഞപ്പം അവൻ അതിട്ടപ്പോൾ ഒരു കോൺഫിഡൻറ്റ് കിട്ടി. വെയറിങ് ഹിസ് ഷൂസ് ഹി വെൻറ്റ് എവ്രിവെയർ ബട്ട് ഹി സ്റ്റോപ്ഡ് ഗോയിങ് ടു ദ പാർക്ക് വിത്ത് ഹിസ് ബ്രദേഴ്സ് ഓൺ സാറ്റർഡേ. അങ്ങനെ ഈ ഷൂസ് ഇട്ടിട്ട് അവൻ എല്ലായിടത്തും പോവും, പക്ഷേ പാർക്ക് ഒഴികെ ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും അവൻ പോവും. ഇൻസ്റ്റൻറ്റ് ഹി സ്റ്റേഡ് ഹോം ആൻഡ് പ്രാക്ടീസ്ഡ്. അവൻ വീട്ടിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യും, പ്രാക്ടീസ് ചെയ്യും. ഹി വാണ്ടഡ് ടു ഗ്രോ എ ഫ്യൂ മോർ ഇഞ്ചസ് ബിഫോർ ഹി വെൻറ്റ് ബാക്ക് ടു ദ പാർക്ക്. അപ്പോൾ അവൻ ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, അവൻ പാർക്കിൽ പോകുന്നതിന് മുന്നേ അവന് കുറച്ചൊരു ഇഞ്ച് എന്ത് ചെയ്യണം, വളരണം. ആഫ്റ്റർ 2 months ഓഫ് പ്രാക്ടീസിങ് ആൻഡ് വെയിറ്റിംഗ് പേഷ്യൻ്റ്ലി മൈക്കിൾ സ്റ്റുഡ് നെക്സ്റ്റ് ടു ദ ഗ്രോത്ത് ചാർട്ട് ഓൺ ഹിസ് വാൾ. അങ്ങനെ 2 മാസത്തിന് ശേഷം അവന് ഈ പ്രാക്ടീസൊക്കെ ചെയ്യുന്നുണ്ട്. അവൻ വളരെയധികം ക്ഷമയോടുകൂടി കാത്തുനിന്ന് ഗ്രോത്ത് ചാർട്ടിൻ്റെ അവിടെ പോയിട്ട് ഹൈറ്റ് മെഷർ ചെയ്തു നോക്കി. നത്തിങ്, ഹി ഹാഡ് നോട്ട് ഗ്രോൺ ആൻ ഇഞ്ച്. അങ്ങനെ ഒന്നും സംഭവിച്ചില്ല, ഒരു ഇഞ്ച് പോലും അവൻ എന്ത് ചെയ്തില്ല, വളർന്നില്ല. ഹി വാസ് ഡിസപ്പോയിൻറ്റഡ്. അവന് വളരെയധികം നിരാശ തോന്നി. ബട്ട് ഹി ഡിഡ് നോട്ട് ഗീവ് അപ്പ്. പക്ഷെ അവൻ എന്ത് ചെയ്തില്ല, വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. ഐ ഹാവ് ടു വെയിറ്റ് ലൈക്ക് മാമ സെറ്റ്. അപ്പോൾ അമ്മ പറഞ്ഞു നമുക്ക് വെയിറ്റ് ചെയ്യാമെന്ന്. മൈക്കിൾ തോട്ട് ആൻഡ് ദാറ്റ് ഈസ് വാട്ട് ഹി ഡിഡ്. അപ്പോൾ അമ്മ പറഞ്ഞ പോലെ എന്ത് ചെയ്തു, അവൻ വീണ്ടും ചെയ്തു. 2 more months ഓഫ് പ്രാക്ടീസ് വെൻറ്റ് ബൈ ആൻഡ് സ്റ്റിൽ നത്തിങ്. അങ്ങനെ 2 മാസം വീണ്ടും പോയി പ്രാക്ടീസ് ചെയ്തു, പിന്നെയും ഒന്നും സംഭവിച്ചില്ല. നൗ മൈക്കിൾ വാസ് ബിക്കമിങ് ലിറ്റിൽ സാഡ്. ഇത്രയും കാലം അവൻ വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്തു, എന്നിട്ട് വളരുന്നതുണ്ടോ നോക്കി, പക്ഷേ ഒന്നും സംഭവിക്കാത്തപ്പോൾ അവൻ എന്ത് ചെയ്തു, സങ്കടപ്പെടാൻ തുടങ്ങി. Next Saturday, his brothers tried to get Michael to go with them to the park, but he wouldn't budge. അങ്ങനെ നെക്സ്റ്റ് സാറ്റർഡേ ശനിയാഴ്ചയായി അവൻ്റെ ബ്രദേഴ്സ് അവനെ കൂട്ടിയിട്ട് പാർക്ക് പോകാൻ വേണ്ടി വിളിക്കാൻ വന്നു. പക്ഷേ അവൻ പോകാൻ എന്തില്ല, വില്ലിങ് ആയില്ല. ബഡ്ജ് എന്ന് പറഞ്ഞാൽ തയ്യാറായില്ല എന്ന്. ഹി വുഡിൻ ബഡ്ജ് എന്ന് പറഞ്ഞാൽ തയ്യാറായില്ല എന്നാണ്, ബഡ്ജ് പറഞ്ഞാൽ തയ്യാറാവുക. മാമ ഹാഡ് ബിഗിൻ ടു വറി. അമ്മയ്ക്ക് വീണ്ടും എന്തായി, ഒരു നിരാശ വന്നു. വെൻ ഹി സോ മൈക്കിൾ സിറ്റിംഗ് അലോൺ ഓൺ ദ സ്റ്റെപ്പ് ഷീ ടോൾഡ് ഡാഡി. അങ്ങനെ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്ന കണ്ടപ്പോൾ അവൻ അമ്മ അച്ഛനോട് പറഞ്ഞു കൊടുത്തു, മേ ബി യു ഷുഡ് ഗോ ഔട്ട് ആൻഡ് ടോക്ക് ടു ഹിം. അപ്പോൾ എന്ത് പറഞ്ഞു അച്ഛനോട്, നിങ്ങളൊന്ന് പോയി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ശരിയാവും. സോ ഡാഡി വെൻറ്റ് ഔട്ട് ആൻഡ് സാറ്റ് ഹിസ് മൈക്കിൾ. അങ്ങനെ ഡാഡി അവൻ്റെ അടുത്ത് പോയിരുന്ന് സംസാരിക്കാൻ വേണ്ടി അവിടെ ഇരുന്നു. വാട്ട്സ് റോങ് ഡിയർ? എന്ത് പറ്റും മകനെ? യു ഹാവ് ഗോൺ ടു ദ പാർക്ക് വിത്ത് യുവർ ബ്രദേഴ്സ് ഫോർ എ വൈൽ നൗ. ആർ യു ഓക്കെ? നീ എന്താണ് ഇപ്പോൾ ബ്രദേഴ്സിൻ്റെ കൂടെ പാർക്കിൽ പോകാത്തത്? നീ ഓക്കെ അല്ലേ?
മൈക്കിൾ ഡിഡിൻറ്റ് സേ എനിത്തിങ് അറ്റ് ഫസ്റ്റ്. മൈക്കിൾ എന്ത് ചെയ്തില്ല, ആദ്യം ഒന്നും പറഞ്ഞില്ല. Then he looked at Daddy and said, I thought I would at least be a few inches taller by now. അങ്ങനെ ഡാഡിയോട് പറഞ്ഞു, ഡാഡി എനിക്ക് എന്ത് ചെയ്യണം, എനിക്ക് ഒരു ഇഞ്ച് പോലെ എങ്കിലും വളരണം എന്ന് പറഞ്ഞു. ഐ ഡിഡ് എവറിത്തിങ് മാമ ടോൾഡ് മീ ടു ഡു ബട്ട് നത്തിങ് ഹാപ്പൻഡ്. അമ്മ പറഞ്ഞതെല്ലാം ഞാൻ ചെയ്തു, പക്ഷേ എനിക്കൊന്നും എന്ത് ചെയ്തില്ല, സംഭവിച്ചില്ല എന്നാണ് അവൻ പറയുന്നത്. മൈക്കിൾ, വൈ ഡു യു വോണ്ട് ടു ബി ടോളർ, ഡാഡി ആസ്ക്ഡ്. അപ്പോൾ മൈക്കിളിനോട് അച്ഛൻ ചോദിക്കണം, എന്തിനാണ് നീ ഇങ്ങനെ ഹൈറ്റ് വയ്ക്കണം പറഞ്ഞത്. ഇഫ് ഐ വർ ടോളർ ഐ ഹാഡ് ബി ദ ഗ്രേറ്റ് പ്ലെയർ ആൻഡ് ഐ കുഡ് ഹെൽപ്പ് അവർ ടീം വിൻ, മൈക്കിൾ ആൻസർഡ്. അതായത് എനിക്ക് വലിപ്പം വെച്ചാൽ ഞാനായിരിക്കും ആ ടീമിലെ ഗ്രേറ്റ് പ്ലെയറും എൻ്റെ ടീമിനെ എനിക്ക് എന്ത് ചെയ്യാം, ഹെൽപ്പ് ചെയ്യാനും എനിക്ക് പറ്റും. ബട്ട് യു ആർ എ ഗ്രേറ്റ് പ്ലെയർ സൺ. പക്ഷേ അച്ഛൻ പറഞ്ഞു, നീ നല്ലൊരു പ്ലെയർ അല്ലേ, ആൻഡ് യു ഓൾറെഡി ഹാവ് എവറിത്തിങ് ഇറ്റ് ടേക്ക് ടു ബി വിന്നർ റൈറ്റ് ഇൻ ഹിയർ. നിനക്ക് വിജയിക്കാനുള്ള എല്ലാവിധ എന്തുണ്ട്, പോസിബിലിറ്റീസ് ഉണ്ട്, നീ ഒരു ഗ്രേറ്റ് പ്ലെയർ ആണ്. ഡാഡി ടാപ്ഡ് മൈക്കിൾ ഓൺ ഹിസ് ചെസ്റ്റ്. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് എന്തോ ഡാഡി അച്ഛൻ അവൻ്റെ നെഞ്ചിലും ജസ്റ്റ് ഒന്ന് തട്ടി. Being taller may help you play a little better but not as much as practice, determination and giving your best will. ഓക്കെ, അപ്പോൾ നീ പറഞ്ഞു ഇപ്പോൾ വലിപ്പം വയ്ക്കണമെന്ന്. പക്ഷേ വലിപ്പം വയ്ക്കുന്നതിലല്ല കാര്യം, അതിലെ പ്രാക്ടീസും ഡിറ്റർമിനേഷൻ പറഞ്ഞാൽ ദൃഢനിശ്ചയം ആൻഡ് ഗിവിങ് യുവർ ബെസ്റ്റ് വിൽ. നമുക്ക് അതിനോടുള്ളൊരു ആഗ്രഹം, നല്ലൊരു ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, എന്തായാലും വലിപ്പം വയ്ക്കും. വലിപ്പമല്ല, അതിൽ നമ്മൾ ജയിക്കും എന്നാണ് പറയുന്നത്. ദോസ് ആർ ദ തിങ്സ് ദാറ്റ് മേക്ക് യു എ റിയൽ വിന്നർ. ഇതൊക്കെ ഉണ്ടെങ്കിൽ നീ ഒരു റിയൽ വിന്നറാണ്. മൈക്കിൾ തോട്ട് അബൌട്ട് യുവർ ഡാഡീസ് സെറ്റ് ഫോർ എ മിനിറ്റ്. അങ്ങനെ ഡാഡി പറഞ്ഞ കാര്യം അവനൊന്ന് ഒരു നിമിഷം ആലോചിച്ചു. ദെൻ സഡൻലി ഹി ജംപ്ഡ് അപ്പ് ആൻഡ് ടുക്ക് ഓഫ്. അങ്ങനെ അവന് പെട്ടെന്ന് എഴുന്നേറ്റ് ഒരൊറ്റ ചാട്ടം ചാടി. വെർ ആർ യു ഗോയിങ്, ഡാഡി yielded ആഫ്റ്റർ ഹിം. ഡാഡി ഉച്ചത്തിലിങ്ങനെ ചോദിക്കാം, നീ എവിടേക്കാണ് പോകുന്നതെന്ന്. ഐ ഹാവ് ഗോട്ട് എ ഗെയിം ടുഡേ ആൻഡ് ഐ എം ലേറ്റ്, മൈക്കിൾ yielded ബാക്ക്. അങ്ങനെ മൈക്കിളും അതേപോലെ ഉച്ചത്തിൽ വിളിച്ച് പറഞ്ഞു, എനിക്കിന്ന് ഗെയിമുണ്ട്, ഞാനിന്ന് ഓൾറെഡി എന്തായി ലേറ്റായിപ്പോയി അച്ഛാന്ന് പറഞ്ഞ് അവന് ഓടുകയാണ് ചെയ്യുന്നത്. വെൻ മൈക്കിൾ റീച്ച്ഡ് ദ പാർക്ക് ദ ഗെയിം ഹാഡ് സ്റ്റാർട്ടഡ്. അങ്ങനെ മൈക്കിൾ പാർക്കിൽ എത്തിയപ്പോഴത്തേക്കും ഗെയിം തുടങ്ങി. ഹി സാറ്റ് ഓൺ ദ ബെഞ്ച് ഹോപ്പിംഗ് ഹി വുഡ് ഗെറ്റ് എ ചാൻസ് ടു പ്ലേ ആൻഡ് ഹി ഡിഡ്. അങ്ങനെ അവനൊരു ചാൻസ് കിട്ടാൻ വേണ്ടി, കളിക്കാനുള്ളൊരു ചാൻസ് കിട്ടുന്ന പ്രതീക്ഷയോടെ അവൻ അവിടെ ഇരുന്നു. ദ ഗെയിം വാസ് ഓൾമോസ്റ്റ് ഓവർ ആൻഡ് ദ സ്കോർ വാസ് ടൈഡ് വെൻ ജോൺ, വൺ ഓഫ് ദ ബോയ്സ് ഓൺ ദ മൈക്കിൾ ടീം, ഫെൽ ആൻഡ് ഹേർട്ട് ഹിംസെൽഫ്. അങ്ങനെ എന്ത് ചെയ്തു, അവർ രണ്ട് പേരുടെ ടീമിൻ്റെയും മാർക്ക് ടൈ ആയിരുന്നു. പക്ഷേ മൈക്കിളിൻ്റെ ടീമിൽ ജോൺ എന്ന് പറഞ്ഞ ബോയ്ക്ക് എന്ത് പറ്റും, ഫെൽ ഡൗൺ ചെയ്തു, വീണ് പോയിട്ട്. അപ്പോൾ എന്ത് ചെയ്തു, നമ്മുടെ ഹിയർ വാസ് എ മൈക്കിൾ ചാൻസ്. അങ്ങനെ നമ്മുടെ മൈക്കിളിന് അതിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് കയറാനുള്ള ചാൻസ് കിട്ടി. മൈക്കിൾ ജോയിൻ ഹിസ് ടീം ഇൻ ദ ഹഡിൽ ആസ് ദേ ഗ്യാതേർഡ് ഓൺ ദ സൈഡ് ലൈൻ ഫോർ എ ടൈം ഔട്ട്. അങ്ങനെ എന്ത് ചെയ്തു, മൈക്കിൾ ആ ടീമിലോട്ട് ജോയിൻ ചെയ്തു. ഓക്കെ, ദി ഗെയിം ഈസ് ടൈഡ്. അങ്ങനെ ഗെയിം എന്താ, ടൈ ആണ്. ഓൾ വി നീഡ് ഈസ് 1 point. നമുക്ക് എന്ത് വേണം, ഒരു പോയിന്റ് കൂടി വേണം. ഹൂ വാണ്ട്സ് ടു ടേക്ക് ദ ഷോട്ട്, റോണി ആസ്ക്ഡ്. ആരാ ഷോട്ട് എടുത്ത് ആ ഒരു പോയിന്റ് കിട്ടും എന്ന് ചോദിക്കാണ്. ഹി ലുക്ക്ഡ് ഇൻ മൈക്കിൾസ് ഡയറക്ഷൻ. മൈക്കിളിനെ നോക്കിക്കൊണ്ടാണ് റോണി ചോദിക്കുന്നത്. ഫീലിംഗ് മോർ കോൺഫിഡൻറ്റ് ദാൻ എവർ, മൈക്കിൾ സെറ്റ് ഐ വിൽ ഡു ഇറ്റ്. അങ്ങനെ നമ്മുടെ ഈ ഒരു മൈക്കിൾ പറഞ്ഞു, ഞാൻ ചെയ്തിട്ട് എന്ത് ചെയ്യും, ആ ഒരു പോയിന്റ് നേടിയെടുക്കും എന്നൊരു കോൺഫിഡൻറ്റോട് കൂടി മൈക്കിൾ പറഞ്ഞു. വെൻ ദ വിസിൽ ബ്ലോ ദ ഗെയിം റീസ്റ്റാർട്ടഡ്, മാർക്ക് ബിഗെയിൻ ടു പിക്ക് ഓൺ ദ മൈക്കിൾ ആസ് യൂഷ്വൽ. അങ്ങനെ വിസിലടിച്ചു, ഗെയിം സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ മാർക്ക് എന്ത് ചെയ്തു, പണ്ടത്തെ പോലെ മൈക്കിളിൻ്റെ അടുത്ത് വന്നു. സ്റ്റിൽ ട്രൈങ് ടു പ്ലേ വിത്ത് ദ ബിഗ് ബോയ്സ് ഹൂ, മാർക്ക് ടോണ്ട്. അങ്ങനെ മാർക്ക് എന്ത് ചെയ്യുക, പരിഹസിക്കുകയാണ്. ഇതൊക്കെ വലിയ പിള്ളേർക്ക് പറഞ്ഞിട്ടുള്ള കളിയാണെന്ന് പറഞ്ഞ് മാർക്ക് പരിഹസിച്ചു. ബട്ട് മൈക്കിൾ പെയ്ഡ് ഹിം നോ അറ്റൻഷൻ. പക്ഷെ മൈക്കിൾ എന്ത് ചെയ്തില്ല, അതൊന്നും ഒരു മുഖവിലേക്ക് എടുത്തില്ല. ടോളർ ഓർ നോട്ട്, ഹി ഹാഡ് ബീൻ പ്രാക്ടീസിങ് ആൻഡ് ടുഡേ വാസ് ദ ഡിറ്റർമിനേഷൻ ടു വിൻ. അപ്പോൾ അവൻ പറയാം, ചെറുതോ വലുതോ എന്തോ ആവട്ടെ, ഞാൻ ഒരു പ്രാക്ടീസ് ചെയ്യാറുണ്ട്, എനിക്കതിന് ഞാൻ വിൻ ചെയ്യുന്നുള്ളൊരു ദൃഢമായ നിശ്ചയം എനിക്കുണ്ടെങ്കിൽ ഞാൻ എന്തായാലും വിൻ ചെയ്യുന്നുള്ള ആ ഒരു കോൺഫിഡൻറ്റിൽ അവന് ഗെയിം കളിക്കാൻ വേണ്ടി ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഈ സ്റ്റോറിയുടെ അവസാന ഭാഗമാണ്. ലാരി ത്രൂ ദ ബോൾ ടു മൈക്കിൾ കോട്ട് ഇറ്റ്, ബൗൺസ്ഡ് ഇറ്റ് ഫോർ എ മൊമെൻറ്റ് ആൻഡ് ദെൻ ടുക്ക് ഓഫ്. അങ്ങനെ എന്ത് ചെയ്തു, ലാരി ബോൾ മൈക്കിളിൻ്റെ കൊടുത്തു, മൈക്കിൾ അത് കുനിഞ്ഞുകൊണ്ട് എടുത്തിട്ട് ഒരു മൊമെൻറ്റിൽ അങ്ങനെ ചെയ്തു. ആസ് ഹി അപ്രോച്ച്ഡ് മാർക്ക്, മൈക്കിൾ ഷിഫ്റ്റ് ഹിസ് ടു റൈറ്റ്, മാർക്ക് ഫോളോഡ് ബട്ട് വൈൽ ഹി വാസ് സ്റ്റിൽ ഷിഫ്റ്റിംഗ്, മൈക്കിൾ സ്പ്യൂൺ ടു ഹിസ് ലെഫ്റ്റ്. അങ്ങനെ മാർക്ക് അടുത്ത് വരുമ്പോൾ മൈക്കിൾ എന്ത് ചെയ്യും, നെക്സ്റ്റ് കയ്യിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. കാരണം മാർക്ക് തട്ടിപ്പറിക്കുന്ന അറിയാവുന്നതുകൊണ്ട് മൈക്കിൾ എന്ത് ചെയ്യും, തന്ത്രപരമായിട്ട് എന്ത് ചെയ്യും, സ്പ്യൂൺ ടു ഹിസ് ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ നൂൽക്കുന്ന പോലെ അത്രയും വളരെയധികം ക്ലീൻ ഒബ്സർവേഷനിലാണ് അവർ കളിക്കുന്നത്. ഹി സ്റ്റെപ്ഡ് ബിഹൈൻഡ് മാർക്ക് ആൻഡ് ഷോട്ട്. അങ്ങനെ മാർക്കിൻ്റെ പുറകിൽ നിന്നാണ് കളിക്കുന്നത്. ദ ബോൾ ആക്ട് ഫാർ എബോവ് ഹിസ് ഓപ്പണൻസ് ഹാൻഡ് ആൻഡ് ഫെൽ സൈലൻ്റ്ലി ത്രൂ ദ ഹോപ്പ്. അങ്ങനെ ആ ഒരു ആർക്കിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒരു വളയത്തിലൂടെ കടന്നിട്ട് അവൻ എന്ത് ചെയ്തു, എത്തിച്ചു, ആ ഒരു ബാസ്കറ്റ് ബോളിൽ ഇട്ടു. 2 points, ദ ഗെയിം വാസ് ഓവർ, മൈക്കിൾ ടീം ഹാഡ് വോൺ. അങ്ങനെ 2 point കിട്ടി, ഗെയിം അവസാനിച്ചു, മൈക്കിളിൻ്റെ ടീം വിജയിച്ചു. ഇറ്റ് വാസ് ജസ്റ്റ് എ മൈക്കിൾ ഹാഡ് ഡ്രീംഡ്. ഇതായിരുന്നു മൈക്കിൾ സ്വപ്നം കണ്ടിരുന്നത് അല്ലേ, മൈക്കിൾ വിജയിക്കണമെന്ന് ആഗ്രഹിച്ചു, അത് നേടി. വെൻ ഹി റിയലൈസ്ഡ് വാട്ട് ഹി ഹാഡ് ഡൺ, മൈക്കിൾ ടുക്ക്
off and he didn't stop until he had reached home. അങ്ങനെ ആ സന്തോഷത്തിൽ മൈക്കിൾ എന്ത് ചെയ്തു, വീട്ടിലോട്ട് ഓടി. Bursting through the door, he shouted. അങ്ങനെ വാതിലൊക്കെ തുറന്ന് അവന് ഒച്ചയിൽ പറഞ്ഞു, I did it dad and mom, I did it. ഞാൻ എന്ത് ചെയ്തു, എനിക്ക് കിട്ടി അച്ഛ അമ്മ എന്ന് പറയണം. I shot right over the tall guy's head and he won the game. അപ്പോൾ അവൻ പറഞ്ഞു, വലിയ തലകൾക്ക് മുകളിലൂടെ ഞാൻ എന്ത് ചെയ്തു, ജയിച്ചു അച്ഛാ. റണ്ണിങ് ഇൻ ബിഹൈൻഡ് ഹിം റോണി ആൻഡ് ലാരി ജോയിൻഡ് ദ സെലിബ്രേഷൻ. അങ്ങനെ ഇവൻ്റെ പുറകെ റോണിയും ലാരിയും എന്ന ബ്രദേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, അവൻ്റെ കൂടെ പുറകെ ഓടി വരുന്നുണ്ട്. ദാറ്റ് ഇസ് റൈറ്റ് ലിറ്റിൽ ബ്രദർ, യു ഡിഡ് ഇറ്റ്. അപ്പോൾ അവർ പറയാണ്, അതെ നീ ചെയ്തത് ശരിയാണ് ലിറ്റിൽ ബ്രദർ, യു വോൺ ദ ഗെയിം ഫോർ അസ്, നീ ഞങ്ങൾക്ക് വേണ്ടി ഗെയിം ജയിപ്പിച്ചില്ലേ, താങ്ക് യു എന്ന് പറയണം. ആഫ്റ്റർ ദാറ്റ് the day Mama stopped putting salt in his Michael shoe. അങ്ങനെ പിന്നീട് മൈക്കിളിൻ്റെ ഷൂവിൻ്റെ അകത്ത് അമ്മ ഉപ്പിടുന്നത് എന്ത് ചെയ്തു, നിർത്തി. ബട്ട് മൈക്കിൾ ഡിഡ് നോട്ട് സ്റ്റോപ്പ് ബീങ് പേഷ്യൻറ്റ് ആൻഡ് ഹാർഡ് വർക്കിംഗ്. പക്ഷേ മൈക്കിൾ അതിനുശേഷം അവൻ ക്ഷമയോടുകൂടി ഇരിക്കുന്നതും ഹാർഡ് വർക്ക് ചെയ്യുന്നതും അവൻ ഒരിക്കലും എൻഡ് ചെയ്യിപ്പിച്ചില്ല എന്നാണ് പറയുന്നത്. ഇത്രയുള്ള ഈ സ്റ്റോറി, വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും കമൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡൗട്ട്സ് കമൻസിലൂടെ അറിയിക്കുക. ആക്ടിവിറ്റീസൊക്കെ ആയിട്ട് നെക്സ്റ്റ് പാർട്ടിൽ വരാം. അതുവരേക്കും ബൈ.